കോൺഗ്രസിനെതിരെ പിണറായിയും വിഎസും ഒരുപോലെ ഉന്നയിക്കുന്ന ആരോപണം എക്കാലവും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന ബി.ജെ.പി. ബാന്ധവം. ചില മണ്ഡലങ്ങളിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി മറ്റു ചില മണ്ഡലങ്ങളിൽ തിരിച്ചു സഹായിക്കാനുള്ള പദ്ധതികൾ. രമേശ് ചെന്നിത്തലയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറായത്. പണ്ടേ സംഖ്യയാണെന്ന് ശത്രുക്കൾ വിളിക്കുന്ന ആളുമാണല്ലോ. യഥാർത്ഥത്തിൽ ബി.ജെ.പിയുമായി കോൺഗ്രസിന് അവിശുദ്ധ സഖ്യമുണ്ടോ? രണ്ട് വോട്ടിന് വേണ്ടി ഏത് തെറ്റായ പ്രചരണവും CPM നടത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ. ഞങ്ങൾക്ക് ആരുമായിട്ടും ബന്ധമില്ല. UDF-ലെ ഘടകകക്ഷികളുമായിട്ട് മാത്രമേ UDF-ൽ ബന്ധമുള്ളൂ. അത് അവരുടെ പ്രചാരണമാകും. പാവം ചെന്നിത്തലയും കോൺഗ്രസും. എന്നാൽ പിന്നെ വർഗീയ ശക്തികളുടെ, പ്രത്യേകിച്ച് സംഘികളുടെ, അതായത് ബി.ജെ.പിക്കാരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ചെന്നിത്തല തയ്യാറാകുമോ? ബി.ജെ.പിക്കാരുടെ വോട്ട് എങ്ങനെ കോൺഗ്രസിന് കിട്ടുന്നത്? അതന്നെ, എന്തായാലും കിട്ടില്ല. മാത്രമല്ല വർഗീയ ശക്തികളുമാണല്ലോ. അപ്പോൾ പിന്നെ അമ്മാതിരി വോട്ടുകൾ വേണ്ടാന്ന് പറയാലോ. അല്ല, അവിടെ ആരും വോട്ട് ചെയ്യാറില്ല. എനിക്ക് അതുകൊണ്ട് നല്ല എളുപ്പമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ചെയ്തില്ല എന്നതുകൊണ്ട് ഇനിയുള്ള കാലത്ത് വേണ്ടാന്ന് പറയാലോ. കഴിഞ്ഞ കാലത്ത് ചെയ്യാറില്ല. അതൊക്കെ അവരോ പാർട്ടി വിശ്വാസികൾ എങ്ങനെ നമുക്ക് വോട്ട് ചെയ്യുന്നത്? എങ്ങനെയാ വോട്ട് ചെയ്യുന്നത്? അല്ല, സംഘപരിവാറിന്റെ വോട്ട് എനിക്ക് ഒരു കാലത്തും കിട്ടിയിട്ടില്ല. അത് വസ്തുത. അതുകൊണ്ടാണ് സാർ പറഞ്ഞത് സംഘപരിവാർ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറുണ്ടോ എന്ന്. അല്ല, കിട്ടിയിട്ടില്ലാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇതുവരെ കിട്ടിയിട്ടില്ല എന്നത് ശരി തന്നെ. എന്നാലും തീവ്രവാദികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും ഒക്കെ വോട്ട് വേണ്ടാന്ന് പറയാറുണ്ടല്ലോ. ചെന്നിത്തലയ്ക്ക് അമ്മാതിരി അഭിപ്രായമുണ്ടോ? അവിശുദ്ധ സഖ്യമില്ല എന്ന് തെളിയിക്കാൻ പറ്റിയ അവസരമാണ്. സംഘികളുടെ വോട്ട് വേണ്ട എന്നങ്ങ് പ്രഖ്യാപിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF-നോട് ആഭിമുഖ്യമുള്ള കേരളത്തിൽ പ്രത്യേകിച്ചും UDF, LDF, BJP ഇത് ഓരോ കക്ഷികൾക്കുള്ള വോട്ടുകൾക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ പിന്നെ അവിശുദ്ധ സഖ്യ ആരോപണം ഇനിയും ഉയരും എന്നർത്ഥം. വടക്ക് നിന്ന് മഞ്ചേശ്വരത്തും ഉദുമയിലും ഒത്തുകളിയുണ്ട് എന്നാണ് ഒന്നാമത്തെ ആരോപണം. തെക്കുനിന്ന് നേമം മുതൽ അങ്ങോട്ട് ചില മണ്ഡലങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. രഹസ്യ സഖ്യത്തിന്റെ താക്കോൽ ചെന്നിത്തലയുടെ കയ്യിലാണോ ഉമ്മൻചാണ്ടിയുടെ കയ്യിലാണോ എന്ന് VM സുധീരൻ അന്വേഷണം തുടങ്ങിയെന്നും പിറുപിറുക്കലുകളുണ്ട്. അതുകൊണ്ടാണത്രേ കാര്യമായ പ്രചാരണ മേഖലകളിലേക്കൊന്നും KPCC പ്രസിഡന്റിനെ അടുപ്പിക്കാത്തത്. പാവം സുധീരൻ. പാവങ്ങളുടെ ഗതി എപ്പോഴും അങ്ങനെയാണല്ലോ. എല്ലാം കണ്ടോണ്ടിരിക്കുക. പാവങ്ങളുടെ കൂടുതൽ ദുരിത കഥനങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.